ഹായ് കുട്ടീസ്, ഇനി നമുക്കിതുപോലുള്ളൊരു ഐസ്ക്രീമിൻ്റെ മൂടി കൊണ്ടിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വാട്ടറും ഈക്വൽ ആയിട്ടുള്ള ഗ്ലൂ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ എന്തെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കീറി ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഈ ടിഷ്യൂ അല്ലെങ്കിൽ പേപ്പേഴ്സ് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മളുടെ പാത്രത്തിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ആകുമ്പോൾ നമ്മുടെ ക്ലേ ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഷ്രിങ്ക് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിള്ളലൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ചൂടാക്കിയിട്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ കവർ ചെയ്ത ശേഷം ഇത് ഉണങ്ങിയ ശേഷം നമ്മൾ ഇതുപോലെ ഗ്ലൂ ഇട്ടിട്ട് നമ്മളുടെ ക്ലേ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത ശേഷം നന്നായിട്ട് സ്മൂത്ത് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് വാട്ടർ വെച്ചിട്ട് സ്മൂത്ത് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹോളൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഹോളാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിംഹക്കുട്ടീനെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ പീസ് പോലെ ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിലൊന്നിങ്ങനെ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഒട്ടിച്ച ശേഷം സിംഹത്തിൻ്റെ സട എന്നൊക്കെ പറയില്ലേ, അതായത് സിംഹത്തിൻ്റെ ഹെയർ, അത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളുടെ 3 വിരൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ കുഞ്ഞു കുഞ്ഞു ഷേപ്പിലുള്ള ഒരു ഹെയർ പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടും. ഇത് നമ്മളിങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് വരുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇത് സിംഹം തന്നെയാണോ അല്ലെങ്കിൽ വല്ല സൺഫ്ലവർ ആണോ എന്നൊക്കെ. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ. പക്ഷേ ചെയ്ത് വരുമ്പോൾ ട്രസ്റ്റ് മീ, ഇത് നമുക്ക് എന്തായാലും ഒരു സിംഹത്തിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് അത് ചുറ്റിനും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് ആക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് ഈ ട്രയാങ്കിളിൻ്റെ നടുക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒരു ഹെയർ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാം. നമ്മളെല്ലായിടത്തും ഇതുപോലെ തന്നെ ഡിസൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഓരോ ട്രയാങ്കിളിൻ്റെയും ഇടയ്ക്ക്, അതായത് ഓരോ ട്രയാങ്കിളിൻ്റെയും സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഇല പോലുള്ള ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മഴത്തുള്ളി ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കുത്തി നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ടൂളോ അല്ലെങ്കിൽ പിന്നോ എന്തെങ്കിലും കൊടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നന്നായിട്ട് പിടിച്ചിരുന്നോളും. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് അവിടെ ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് ഫിക്സ് ആവുന്നുണ്ട്. നമുക്ക് പശ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആ ക്ലേയിൽ അത് നന്നായിട്ട് ഒട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ ബോഡി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് അതിന് നെക്കിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി വേണ്ടത് 2 കൈയാണ്. കൈ ഉണ്ടാക്കാനും ഇതുപോലെ തന്നെയുള്ള ഷേപ്പ്, ഒരു മഴത്തുള്ളി ഷേപ്പ് പോലെ എടുത്തിട്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഫിഗറിൽ കിട്ടും. അതിൻ്റെ അരികത്തല്ല, അതായത് 3 വിരൽ പോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 വര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 വിരലായിട്ട് അത് നമുക്ക് തോന്നും. അപ്പോൾ അതാണ് അതിൻ്റെ ക്യൂട്ട്നെസ് എന്ന് പറയുന്നത്. കാലുണ്ടാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ കാർട്ടൂണിലൊക്കെ കാണില്ലേ, മീറ്റിൻ്റെ പീസ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു ഫിഗറിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് അടിഭാഗം ഇതുപോലെ പരത്തി കൊടുക്കുക. കാലിൻ്റെ പാദം വരുന്ന രീതിക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ കാല് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ലയൺ ഇവിടെ ഇരിക്കുന്ന രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 പാർട്സൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ വെള്ളമോ പശയോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്കൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് ഈക്വലായിട്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഇതുപോലത്തെ റൗണ്ട്സ് നമുക്ക് ഒരു മൂടി ഉപയോഗിച്ചും നമ്മളുടെ പെന്നിൻ്റെ മൂടി അല്ലെങ്കിൽ നമ്മളുടെ സ്കെച്ചിൻ്റെ അങ്ങനത്തെ എല്ലാത്തിൻ്റെയും പല സൈസിലുള്ള മുടികൾ ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇതുപോലെ ഹാഫായിട്ടും ഫുള്ളായിട്ടൊക്കെ ഇതുപോലെ നമുക്കൊരു മേഘത്തിൻ്റെ ലുക്ക് കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് ആ ഒരു ഷേപ്പ് വരും. നമ്മൾ കൈ വെച്ചുണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ഭംഗിയായിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ കാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോൾസ് പോലെ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബഡ്സ് ഉപയോഗിച്ചാണ് ഞാൻ സ്മൂത്ത് ചെയ്ത് കൊടുക്കുന്നത്. വെച്ചാൽ നമ്മുടെ നഖത്തിൻ്റെ പാട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫേസിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ചെയ്തിട്ട് മൂക്കിൻ്റെ ഭാഗവും കണ്ണിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെവിയും കൂടി നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെവിയുടെ ബോൾസ് അവിടെ സെറ്റായിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാപ്പി കുഞ്ഞ് ബോൾ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അവിടെ കളർ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഞാൻ മൂക്കും ഇതുപോലെ തന്നെ ബ്രൗൺ കളർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പിരികത്തിൻ്റെ ഉള്ളിൽ ഇതേപോലെ ബ്രൗൺ ക്ലേ നീരിതായിട്ട് ഉരുട്ടി കട്ട് ചെയ്തിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹെയറൊക്കെ വെച്ച് കൊടുത്തത് ക്യൂട്ടായിട്ടില്ലേ നമ്മളുടെ ലൈൻ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ലൈൻ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സ്കൈയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് സ്റ്റാർസും കുറച്ച് ഹാർട്ട്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കവറായി കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ഈ ബാക്കി വന്ന ക്ലേ ഒക്കെ അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. സൈഡ് പോർഷൻസൊക്കെ നമ്മൾ ലേസും റിബണും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.